ലൈംഗികാതിക്രമ കേസിൽ ജാമ്യം ലഭിച്ച സംവിധായകൻ രഞ്ജിത്ത് ജയിൽ മോചിതനായി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് രഞ്ജിത്ത് ജയിൽ മോചിതനായത്. എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നുൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം. ലാൽകൃഷ്ണ വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, എന്തൊക്കെയാണ് ഉപാധികൾ? വിശദാംശങ്ങൾ. സാധാരണഗതിയിലുള്ള പോലെ തന്നെ ഉപാധികളോട് കൂടിയാണ് രഞ്ജിത്തിന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ജില്ലയ്ക്ക് പുറത്തേക്ക് പോകരുത്, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ഇതോടൊപ്പം 2 പേരുടെ ആൾജാമ്യം എന്നിവയാണ് പ്രധാനമായിട്ടും ഉപാധികളായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ജാമ്യം അനുവദിച്ചത്. ഉച്ചയോടുകൂടി തന്നെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സബ് ജയിലിൽ നിന്നും രഞ്ജിത്ത് പുറത്തേക്ക് പോവുകയുണ്ടായിരുന്നു. ഈ സമയത്തൊന്നും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ രഞ്ജിത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം അവസാനമാണ് യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്ന് വളരെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. സിനിമാ ലൊക്കേഷനിൽ വെച്ച്, അതും ഫോർട്ട് കൊച്ചിയിലുള്ള ലൊക്കേഷനിൽ വെച്ച് കാരവനകത്ത് കയറി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ നടന്നു പോകുന്നതിനിടയിൽ രഞ്ജിത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് ചിത്രീകരണത്തിന് വേളയിൽ നടിയുടെ അഭിനയം വളരെ മോശമായിരുന്നു, ഇതിന് താൻ സഹകരിച്ചിരുന്നു, ഇത് സെറ്റിൽ അറിഞ്ഞതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കേസിന് പിന്നിൽ എന്നുള്ളതാണ്. കേസുമായി താൻ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്, കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം സമ്മതിക്കാൻ കഴിയില്ല, കുറ്റം സമ്മതിക്കാതിരിക്കുന്നത് ഈ കേസുമായി സഹകരിക്കാതിരിക്കുന്നതാകില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പറഞ്ഞത്. ജയിൽ മോചിതനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.